ആലപ്പുഴയിൽ മേൽപ്പാലത്തിലെ ഗാർഡറുകൾ താഴെ വീണ സംഭവത്തിൽ വീഴ്ച മറയ്ക്കാൻ ശ്രമം. ഗാർഡറുകൾ വീണ ഭാഗത്ത് പാതിരാത്രിയും നിർമ്മാണ പ്രവർത്തനം നടത്തുകയാണ്. ഷാജഹാൻ ഉണ്ട് ആലപ്പുഴയിൽ നിന്നും വിശദാംശങ്ങളുമായി. ഷാജഹാൻ, ഇത്തരത്തിൽ പില്ലറുകളുടെ ബലക്ഷയം പോലും പരിശോധിക്കാതെയാണ് ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. വളരെ ഞെട്ടിക്കുന്ന വിഷ്വൽസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഈ ഗാർഡറുകളെല്ലാം തന്നെ തകർന്ന് താഴെ വീഴുന്ന വിഷ്വൽസ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുകയുണ്ടായി. ഇപ്പോൾ ഇത്തരത്തിലൊരു തിരക്കിട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ പിന്നിലെ കാരണം എന്താണ്? എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? സിന്ദൂരി ഇന്നലെ രാത്രിയോടുകൂടിയാണ് അവിടുത്തെ പണിക്കാർ ഇത്തരത്തിൽ പാലത്തിന്റെ മുകളിൽ കയറി അടിയന്തരമായിട്ടുള്ള ചില പ്രവർത്തികൾ ചെയ്യുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നാട്ടുകാർ അതിനെ ചോദ്യം ചെയ്തപ്പോൾ വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള ജോലിക്കാരായതുകൊണ്ട് തന്നെ ഹിന്ദി അത്ര വശമില്ലായിരുന്നു. എന്തായാലും ഇന്ന് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായിട്ട് വിദഗ്ധ സമിതി എത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നിർമ്മാണത്തിൽ വന്ന അപാകത മറച്ചുവെക്കാനാവാം ഇത്തരത്തിൽ ചില പ്രവർത്തികൾ രാത്രിയുടെ മറവിൽ ചെയ്തതെന്നാണ് സൂചന. അതിന് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധവും ഉണ്ടായിരുന്നു. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു ഇന്നലെ ഉണ്ടായത്. നാടൊന്നാകെ വളരെ ഭയത്തിലാണ്. ഇപ്പോഴും ആ ഭയം പൂർണ്ണമായിട്ടും വിട്ടുമാറിയിട്ടില്ല. കാര്യം മറ്റ് ഗട്ടറുകൾ കൂടി സമാനമായ രീതിയിൽ താഴെ പതിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള സംശയം നാട്ടുകാർക്ക് ഇപ്പോഴും ഉണ്ട്. ഇതിന്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് ബോംബെയിൽ നിന്നുള്ള ഒരു വലിയ കമ്പനിയാണ്. ആ കമ്പനിയാണ് തുറവൂരിലെ മേൽപ്പാലവും അതോടൊപ്പം തന്നെ ആലപ്പുഴ ബൈപ്പാസിനോട് ചേർന്നുള്ള മേൽപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്നത്. ഇത്തരത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഇത് പൂർണ്ണമായിട്ടും 4 ഗട്ടറുകൾ നിലംപതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് നിർമ്മാണത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള അപാകതകളാണ് എന്നുള്ളൊരു വിലയിരുത്തലാണ് പൊതുവെ ഉള്ളത്. ഇത് സംബന്ധിച്ചുള്ള വ്യക്തമായ റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ ഇതിന്റെ അവസാനം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമാകുകയുള്ളൂ.